അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 4ാമത്തെ പാഠഭാഗമാണ്. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദറസുർ റാബിഉ അൽ അമാനത്തു വൽ ഖിയാന. ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വകുല്ലു ഹഖ്ഖിൻ ലസിമക അദാഉഹു വഹിഫ്ളുഹു ഫഹുവ അമാനത്തുൻ വലഹ മജാലും വാസിഉൻ ഫൽ ഇബാദത്തു അമാനത്തുൻ വൽ വദീഅത്തു അമാനത്തുൻ വദ്ദൈനു അമാനത്തുൻ വഹിയ മിനൽ അഖ്ലാഖിൽ കരീമ വമിൻ അഅ്ളമി ശുഅബിൽ ഈമാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദി അൽ അമാനത ഇല മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക വബി അമാനത്തി സാബിഖീന മിനൽ മുസ്ലിമീന ഇൻതശറൽ ഇസ്ലാമു ഫീ കസീരിൻ മിനൽ ബിലാദ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവ്വല മാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ ഹയാഉ വൽ അമാന. വഅദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമാത്തി സാഅത്തി ഇളാഅത്തൽ അമാന. ഫഖാല ഇദാ ളുയ്യിഅത്തിൽ അമാനത്തു ഫന്തളിരി സാഅ. ഖാല കൈഫ ഇളാഅത്തുഹാ. ഖാല ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാഅ. വളിദ്ദുൽ അമാനത്തി അൽ ഖിയാന വഹിയ മിൻ അലാമാത്തി നിഫാഖ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദിബ വ ഇദാ വഅദ അഖ്ലഫ വ ഇദാ തുമിന ഖാന. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ ഹുസ്രത്തി തുആമിൻ ഫഅദ്ഖല യദഹു ഫീഹാ ഫനാലത് അസാബിഉഹു ബലലൻ ഫഖാല മാ ഹാദാ യാ സാഹിബ തുആം. ഖാല അസാബതുഹു സമാഉ യാ റസൂലല്ലാഹ്. ഖാല അഫലാ ജഅൽതഹു ഫൗഖ തുആമി ഹത്താ യറാഹു നാസ് മൻ ഗശനാ ഫലൈസ മിന്നാ. പാഠഭാഗം വായിക്കാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. അദ്ദറസുർ റാബിഉ പാഠം 4 അൽ അമാനത്തു വൽ ഖിയാനത്ത് വിശ്വസ്തതയും വഞ്ചനയും. ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ അവയുടെ അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. വകുല്ലു ഹഖ്ഖിൻ ലസിമക അദാഉഹു വഹിഫ്ളുഹു ഫഹുവ അമാനത്തുൻ. എല്ലാ കടമകളും നിറവേറ്റൽ നിനക്ക് നിർബന്ധമാണ്, അതിനെ സൂക്ഷിക്കൽ അത് അമാനത്തുമാണ്. വലഹ മജാലും വാസിഉൻ. അതിന് വിശാലമായ മേഖലകളുണ്ട്. ഫൽ ഇബാദത്തു അമാനത്തുൻ. അപ്പോൾ ഇബാദത്ത് അമാനത്താണ്. വൽ വദീഅത്തു അമാനത്തുൻ. സൂക്ഷിപ്പ് മുതൽ അമാനത്താണ്. വദ്ദൈനു അമാനത്തുൻ. കടം അമാനത്താണ്. വഹിയ മിനൽ അഖ്ലാഖിൽ കരീമ. അമാനത്ത് സൽസ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. വമിൻ അഅ്ളമി ശുഅബിൽ ഈമാൻ. അത് ഈമാന്റെ ശാഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തതയില്ലാത്തവന് ഈമാൻ ഇല്ല. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അദ്ദി അൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് നീ അമാനത്ത് നിറവേറ്റുക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. വബി അമാനത്തി സാബിഖീന മിനൽ മുസ്ലിമീന ഇൻതശറൽ ഇസ്ലാമു ഫീ കസീരിൻ മിനൽ ബിലാദ്. മുസ്ലിംകളായ മുൻഗാമികളുടെ വിശ്വസ്തത കൊണ്ടാണ് ധാരാളം നാടുകളിൽ ഇസ്ലാം വ്യാപിച്ചത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന അവ്വല മാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ ഹയാഉ വൽ അമാന. നിശ്ചയമായും ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് ലജ്ജയും അമാനത്തുമാകുന്നു. വഅദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമത്തി സാഅത്തി ഇളാഅത്തുൽ അമാന. അമാനത്തിനെ പാഴാക്കൽ അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിരിക്കുന്നു.
ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തളിരി സാ, അമാനത്ത് പാഴാക്കപ്പെട്ടാൽ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഖാല ചോദിച്ചു, കൈഫ ഇളാഅതുഹ, എങ്ങനെയാണത് പാഴാവുക? ഖാല പറഞ്ഞു, ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാ, കാര്യം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അപ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. എന്ന് വെച്ചാൽ ഏൽപ്പിക്കപ്പെട്ട വസ്തുവിനെ ഏൽപ്പിച്ച ആളിലേക്ക് തിരികെ നൽകാതെ അർഹതയില്ലാത്ത കരങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുത്താൽ അപ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. വലിദ്ദുൽ അമാനത്തി അൽ ഖിയാനത്തു, അമാനത്തിൻ്റെ വിപരീതം ഖിയാനത്താകുന്നു, അതായത് വഞ്ചന. വഹിയമിൻ അലാമാത്തിൻ നിഫാഖ്, അത് കാപട്യത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 ആകുന്നു. ഇദാ ഹദ്ദസ കളിബ, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ അലാ ഹുസ്രത്തി ത്വഅമിൻ ഫഅദ്ഖല യദഹു ഫീഹ ഫനാലത്ത് അസാബിഉഹു ബലല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭക്ഷണക്കൂമ്പാരത്തിനടുത്തുകൂടി നടന്നുപോയി. കൈ അതിലിട്ട് നോക്കിയപ്പോൾ തൻ്റെ വിരലുകൾക്ക് നനവ് തട്ടി. ഫഖാല മാ ഹാദാ യാ സാഹിബ ത്വഅം, ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇതെന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്വാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അതിന് മഴ തട്ടിയതാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ ജഅൽതഹു ഫൗഖ ത്വആമി ഹത്താ യറാഹുന്നാസ്, എന്നാൽ ആളുകൾക്ക് കാണത്തക്ക വിധം നനഞ്ഞത് മുകളിൽ വെക്കേണ്ടതായിരുന്നില്ലേ? മൻ ഓശന ഫലൈസ മിന്ന, നമ്മിൽ നിന്ന് ആരൊരുവൻ വഞ്ചിച്ചുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അർത്ഥം മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. മാഹിയ അൽ അമാനത്തു, എന്താണ് അമാനത്ത്? വമാ ളിദ്ദുഹ, അതിൻ്റെ വിപരീതം എന്ത്? കുല്ലു ഹഖ്ഖിൻ ലസിമക അദാഉഹു വഹിഫ്ളുഹു ഫഹുവ അമാനത്തുൻ, എല്ലാ കടമകളും നിറവേറ്റൽ നിനക്ക് നിർബന്ധമാണ്, അതിനെ സൂക്ഷിക്കൽ അത് അമാനത്തുമാണ്. വളിദ്ദുഹ അൽ ഖിയാനത്തു, അതിൻ്റെ വിപരീതം വഞ്ചനയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മാ സബബു ഇന്തിഷാരിൽ ഇസ്ലാമി ഫി കസീരിൻ മിനൽ ബിലാദ് വബി അമാനത്തി സാബിഖീന മിനൽ മുസ്ലിമീന ഇന്തഷറൽ ഇസ്ലാമു ഫി കസീരിൻ മിനൽ ബിലാദ്, മുസ്ലിങ്ങളായ മുൻഗാമികളുടെ വിശ്വസ്തത കൊണ്ടാണ് ധാരാളം നാടുകളിൽ ഇസ്ലാം വ്യാപിച്ചത്. അടുത്തത്, കൈഫ ഇളാഅത്തുൽ അമാന, അമാനത്ത് പാഴാകുന്നതെങ്ങനെ? ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാ, കാര്യം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അപ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അടുത്തത്, ബയ്യൻ, വിശദീകരിക്കുക. അലാമാത്തിൻ നിഫാഖിൽ മദ്കൂറത്തി ഫിൽ ഹദീസ്, ഹദീസിൽ പറയുന്ന കാപട്യത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയത്തുൽ മുനാഫിഖി സലാസുൻ, ഇദാ ഹദ്ദസ കദിബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 ആകുന്നു. സംസാരിച്ചാൽ കളവ് പറയും, കരാർ ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ബയ്യിൻ അസ്സിയാഖ്, സന്ദർഭം വിശദീകരിക്കുക. മത്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗശന ഫലൈസ മിന്ന, നമ്മിൽ നിന്ന് ആരൊരുവൻ വഞ്ചിച്ചുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇത് എപ്പോൾ പറഞ്ഞു? ഇന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ ഹുസ്രത്തി ത്വഅമിൻ ഫഅദ്ഖല യദഹു ഫീഹ ഫനാലതു അസാബിഉഹു ബലല ഫഖാല മാ ഹാദാ യാ സാഹിബ ത്വഅം? ഖാല അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്. ഖാല അഫലാ ജഅൽതുഹു ഫൗഖ ത്വഅമി ഹത്താ യറാഹുന്നാസ് മൻ ഗശന ഫലൈസ മിന്ന.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭക്ഷണ കൂമ്പാരത്തിനടുത്തു കൂടി നടന്നുപോയി. കൈ അതിലിട്ട് നോക്കിയപ്പോൾ തൻ്റെ വിരലുകൾക്ക് നനവ് തട്ടി. ഇതെന്താണെന്ന് ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അതിന് മഴ തട്ടിയതാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആളുകൾക്ക് കാണത്തക്ക വിധം നനഞ്ഞത് മുകളിൽ വെക്കേണ്ടതായിരുന്നില്ലേ? നമ്മിൽ നിന്ന് ആരൊരുവൻ വഞ്ചിച്ചുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. അടുത്തത് കമ്മൽ പൂരിപ്പിക്കുക. ഇന്ന അവലമായി യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ. ഉത്തരം അൽ ഹയാഉ വൽ അമാന. അടുത്തത് ഹിയ മിൻ അഅ്ളമി ഡാഷ് ശുഅബിൽ ഈമാൻ. അടുത്തത് അദ്ദൽ അമാനത ഡാഷ് ഇലാ മനിത്തമനക വലാ തകുൻ ഡാഷ് മൻ ഖാനക. അപ്പോൾ ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.